ഓഗസ്റ്റ് 16 ലോകാരോഗ്യ സംഘടന പറയുന്നു, നമ്മൾ ഇതുവരെ കണ്ടതല്ല, ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കോവിഡിൻ്റെ അവസ്ഥയായിട്ട് കാണാൻ പോകുന്ന കാര്യങ്ങൾ. ഒരുപാട് കാര്യം വരാനിരിക്കുന്നുവെന്ന് കണക്ക് വച്ചിട്ടാണ് ലോകാരോഗ്യ സംഘടന സംസാരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പേടിപ്പെടുത്തുന്ന ചില കണക്കുകൾ ലോകാരോഗ്യ സംഘടന അവതരിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർ അതിലേക്കൊന്ന് ശ്രദ്ധ നടണം. നമ്മൾ പറയും, ഓരോ മേഖലയിൽ ഭദ്രമായി ഓരോ മാർക്കറ്റുകൾ റീഓപ്പൺ ചെയ്യുന്നു, എല്ലാം പഴയതുപോലെയായിട്ട് പെട്ടെന്ന് വരുന്നു, നമുക്കെല്ലാം ജോലി കിട്ടും. ഇതൊക്കെ ഒരു വശം പോസിറ്റീവായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോകാരോഗ്യ സംഘടന ഒച്ച വയ്ക്കുന്നത് കൂടി അറിയാതെ പോയാൽ അതിൻ്റെ ദുരന്തം കൂടി ഇനിയും നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇതുവരെ വന്ന കണക്കുകളെയൊക്കെ തട്ടിമറിച്ചുകൊണ്ട് 24 മണിക്കൂറിൽ 2,94,000 പരം കേസുകൾ പുതിയതായി ആഗോളാടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് ലോകാരോഗ്യ സംഘടന പറയുകയാണ്. ഇതാരെയും പേടിപ്പിച്ചിട്ട് വീട്ടിലിരുത്താൻ വേണ്ടി പറയുന്നതല്ല, വാസ്തവമാണ്. എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഈ കണക്ക് ഇന്ന് രാത്രി എടുത്തേ പറ്റൂ. 2,83,000, 89,000 ഒക്കെ വന്നപ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കി. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 1.5 ലക്ഷം വന്നപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, 1.5 ലക്ഷം ആളുകൾക്ക് ഒരു ദിവസം ഈ രോഗബാധ വരുമോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ 2,94,237 ആളുകൾക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗം ബാധിച്ചു എന്ന് പറയുകയാണ്. ന്യൂസിലൻഡിൻ്റെ ഇലക്ഷൻ മാറ്റിവെക്കാൻ പോവുകയാണ്. അവിടെ ഇതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥലമാണ്, അത് മാറി, അവിടെ രോഗബാധ വരുന്നു. ദക്ഷിണ കൊറിയ കഴിഞ്ഞ 5 മാസത്തിനിടയിലെ ഏറ്റവും വലിയ ആപത്തിലേക്ക് പോകുന്നു. രോഗം ഇല്ലാതാക്കി കളഞ്ഞു എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചർച്ചിൻ്റെ അംഗങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും നിർബന്ധമായും PCR ടെസ്റ്റ് നടത്തിയേ പറ്റൂ എന്ന് പറയുകയാണ്. ഇറ്റലി നാളെ മുതൽ തുറന്നിട്ട എല്ലാ നൈറ്റ് ക്ലബ്ബുകളും അടച്ചിടാൻ പോകുന്നു. മാത്രമല്ല, ആദ്യമായിട്ട് കർശനമായിട്ട് പറഞ്ഞു, നിങ്ങൾ മാസ്ക് ധരിച്ചിട്ടേ പുറത്തിറങ്ങാവൂ. ഇതുവരെ പറഞ്ഞിരുന്നില്ല. അതിൻ്റെയൊക്കെ ശിക്ഷയാണ് പല മേഖലകളും അനുഭവിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിലെ ഏറ്റവും ഉയർന്ന ഇൻഫെക്ഷൻ നിരക്കിലേക്ക് പോകുന്നു എന്ന കണക്കും പുറത്തു വരികയാണ്. ഇങ്ങനെയൊക്കെ ഓരോ രാജ്യങ്ങളുടെ അവസ്ഥ ബുദ്ധിമുട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഗൗരവത്തിലുള്ള നിലപാട് സ്വീകരിച്ചേ പറ്റൂ. UAE-ലും ഇതാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരണസംഖ്യ കുറഞ്ഞു നിന്നിട്ട് 0, 1, 2, ഇന്ന് 3. ഇതിൽ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ വിചാരിച്ച പോലെ അത്രയും വേഗതയിൽ രോഗമോചനം വരുന്നില്ല UAE-ൽ ഇപ്പോൾ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പാനിക്കാവാൻ വേണ്ടിയല്ല, നമ്മൾ ഭയത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയല്ല. പക്ഷേ ഒരു കരുതൽ അനിവാര്യമായും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്ന കാര്യം മനസ്സിലാക്കാൻ. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്ന ജോബ് ലോസോ മറ്റുള്ള പ്രശ്നങ്ങളോ കമ്പനികൾ നടത്തിക്കൊണ്ടു പോകുന്നതിനെ ബുദ്ധിമുട്ടോ അതിനേക്കാൾ ഭീകരമായ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നത്. ഇന്ന് വന്ന വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത, നമ്മുടെ 87 വർഷം പാരമ്പര്യമുള്ള എയർ ഇന്ത്യ ഇപ്പോൾ വീണ്ടും ടാറ്റ ഗ്രൂപ്പിൻ്റെ കയ്യിലേക്ക് പോകുമോ എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. ഈ ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ JRD ടാറ്റ തുടങ്ങി വെച്ച ചെയർമാനായിരുന്നിട്ട് 1977 മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ടാറ്റയെ പിരിച്ചുവിട്ടിട്ട് അത് ദേശീയ നിലപാടിലേക്ക് കൊണ്ടുവരികയും അങ്ങനെയാണല്ലോ മാറ്റം വന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കുന്ന മിസ്റ്റർ ഐസക് പട്ടാണിപ്പറമ്പിൽ, ഖലീസ് ടൈംസ്, ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ അതിമനോഹരമായ റിപ്പോർട്ട് ഇന്ന് ഖലീസ് ടൈംസിൽ ഇന്ന് രാത്രി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മിസ്റ്റർ ഐസക് പട്ടാണിപ്പറമ്പിലിനെ ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നത്. ഹലോ, ഈ പറയുന്നത് അവിടെ കേൾക്കുന്നത് ഒന്ന് ഓഫ് ചെയ്യാമോ? അതിന്റെ ഹലോ, അവിടെ ഫേസ്ബുക്ക് ഓണാണെന്ന് തോന്നുന്നു അല്ലേ? മാറി ഓക്കെ ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, ഞങ്ങൾ പറഞ്ഞു വരികയായിരുന്നു ദുബായ് വാർത്തയിൽ, ഈ കഴിഞ്ഞ 87 വർഷത്തെ പാരമ്പര്യമുള്ള എയർ ഇന്ത്യ ഇപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് പോലെ, എന്നാൽ മറ്റാരും വരാത്തതുപോലെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾ അതിമനോഹരമാണ് ഖലീസ് ടൈംസിൽ. അത് വീണ്ടും പിന്നെ ടാറ്റ
ടാറ്റയിലേക്ക് അത് തിരിച്ച് എത്തുന്ന ഒരു സംഭവമാണ് അതെ കാണുന്നത്. അതെ കാരണം 1932 JRD ടാറ്റ എന്ന ഫ്ലാംബയന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് കം ഏവിയേറ്റർ അതെ അദ്ദേഹം ഒരു ചെറിയ ഒരു എയർക്രാഫ്റ്റ്, സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് കറാച്ചിയിൽ നിന്നും മുംബൈയിലെ ജുഹു എയറോഡ്രോം ഉണ്ടായിരുന്നു, അതിലേക്ക് പറത്തി. അത് കൊണ്ടുവന്ന ആദ്യത്തേക്കാണ്. പാസഞ്ചേഴ്സ് ഇല്ലായിരുന്നു, കുറച്ച് എയർ മെയിൽ മാത്രമേ ഉള്ളായിരുന്നു, മെയിൽ മാത്രമാണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പിന്നെ നേരെ ചെന്നൈയിലേക്ക് പോയി, മദ്രാസിലേക്ക് പോയി. അങ്ങനെയാണ് അതിന്റെ തുടക്കം കുറിച്ചത്. എയർലൈൻ എന്നായിരുന്നു അതിന്റെ പേര്. പിന്നീടാണ് അത് പിന്നെ എയർ ഇന്ത്യ എന്നുള്ള പേര് അതിന് 1944 കിട്ടി. അതിനുശേഷം അദ്ദേഹം തന്നെ അത് ടാറ്റയുടെ സ്വന്തം സ്വത്തായിട്ട് കരുതിയിരുന്നപ്പോഴാണ് 1953 അത് നാഷണലൈസ് ചെയ്തു. ഇന്ത്യ നാഷണലൈസ് ചെയ്തു. അങ്ങനെ എയർ ഇന്ത്യ ഗവൺമെന്റിന്റെ സ്വന്തം സ്വത്തായിട്ട് മാറി. പക്ഷെ എന്നാൽ JRD ടാറ്റ അതിന്റെ നേതൃത്വസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എയർ ഇന്ത്യ വളരെ ഗംഭീരമായ ഒരു തോതിലുള്ള വളർച്ചയായിരുന്നു. 1977 വരെ, 1977 വരെ എയർ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും നല്ല എയർലൈനുകളിൽ ഒന്നായിരുന്നു. നമുക്കൊക്കെ എയർ ഇന്ത്യ മഹാരാജ എന്നൊക്കെയുള്ള കൺസെപ്റ്റില് ഒരുപാട് ആൾക്കാർ എയർ ഇന്ത്യ പ്രിഫർ ചെയ്തൊരു സമയമായിരുന്നു. 77 മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് വന്നാണ് ഇദ്ദേഹത്തെ ടാറ്റയിൽ നിന്ന് കംപ്ലീറ്റ് മാറ്റി അത് കംപ്ലീറ്റ് ഭരണം ഗവൺമെന്റ് ഏറ്റെടുത്തത്. ടാറ്റയുടെ ആ നേതൃത്വം മാറി. അതിനുശേഷമാണ് എയർ ഇന്ത്യയുടെ ഒരു പിന്നോട്ടുള്ള ഒരു അവസ്ഥ. ഒറ്റ ചോദ്യം ഈ 77 മൊറാർജി ദേശായി വന്ന് ടാറ്റയെ മാറ്റുന്നത് വരെ ഈ 60,000 പറയപ്പെടുന്ന 60,000 കോടി രൂപയുടെ കടബാധ്യതയോ ഏതെങ്കിലും കടബാധ്യത അന്നുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അന്ന് അത് ഒരു ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന എയർലൈൻ ആയിരുന്നു. ഏറ്റവും അത് അവിടെ എയർ ഇന്ത്യയുടെ ഒരു ഇമേജ് തന്നെ ഗംഭീരമായിരുന്നു. എയർ ഇന്ത്യ മഹാരാജ എന്നൊക്കെയുള്ള കൺസെപ്റ്റില് ലോകത്തിൽ ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു എയർലൈനാണ്. ഇപ്പൊ ഇന്ന് സിംഗപ്പൂർ എയർലൈൻസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റസ് ആയിരുന്നു അന്ന് അതിന് മുമ്പ് ഉണ്ടായിരുന്നത്. ആ എയർ ഇന്ത്യയുടെ പഴയ ഗാംഭീര്യവും പ്രൗഢിയും എല്ലാം വീണ്ടെടുക്കാൻ ഇപ്പോഴും ടാറ്റയെ പോലെ ടാറ്റയിലേക്ക് വീണ്ടും തിരിച്ച് ആ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാം എയർ ഇന്ത്യയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കും. റെസീലിയൻസ് ഓഫ് അവർ നമ്മുടെ എല്ലാം പ്രൗഡ് സിമ്പിളാണ് എയർ ഇന്ത്യയുടെ ആയിരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. ടാറ്റ വീണ്ടും വരുന്നു, ആ ഒരു ലെഗസി വീണ്ടും വരുന്നു എന്നുള്ള ഒരു വശം. പക്ഷെ രണ്ടാമത്തെ വശം ഇത് ഏറ്റെടുക്കാൻ മറ്റൊരാൾ വരുന്നില്ല എന്നുകൂടി അർത്ഥമില്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം ഇത് ബിൽഡിങ്ങിന് വേണ്ടി വിട്ടിട്ട് ഇപ്പൊ മാർച്ചിലായിരുന്നു അതിന്റെ ലാസ്റ്റ് ഡെഡ്ലൈൻ കൊടുത്തിരുന്നത്. പക്ഷെ അത് നല്ല ബിഡേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അത് വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ മാസം ഓഗസ്റ്റ് 31 വരെ കൊടുത്തു. അവിടെ ഇപ്പം ടാറ്റ മാത്രമേ ഉള്ളൂ ദ സോൾ ബിഡർ. ഒരേ ഒരു സ്യൂട്ടർ എന്ന് പറഞ്ഞ ടാറ്റ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടാറ്റയിലേക്ക് വീണ്ടും അവർക്ക് വീണ്ടും അത് തിരിച്ചെടുക്കാനും അങ്ങനെ എയർ ഇന്ത്യയുടെ പഴയകാല മോഡിയും പ്രതാപവും വീണ്ടെടുക്കുവാനും കഴിയുമെന്നാണ്. അവരിൽ കൂടി നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യയിൽ വേറെ ഒരുപാട് എയർലൈൻസ് ഉണ്ട്. എങ്കിലും എയർ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലെ എല്ലാവരുടെയും ഒരു ഇമോഷന്റെ മനസ്സിന്റെ വികാരത്തിന്റെ ഇന്ത്യയിലുള്ള ഒരു വികാരം ഉണ്ടല്ലോ, ആ വികാരം എയർ ഇന്ത്യ അവരുടെ സ്വന്തം ഒരു പിന്നെ സംഭവമായിട്ടാണ് തോന്നുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു നമുക്കെല്ലാം വികാരപരമായിട്ടുള്ള അടുപ്പം അതിനോടുണ്ട്. വേറെ എത്രയോ പുതിയ എയർലൈൻസ് വന്നാൽ തന്നെ എയർ ഇന്ത്യയാണ് കേൾക്കുന്നത്. ഇപ്പോ ഈ പ്രഭാവം നമുക്ക് വീണ്ടെടുക്കാൻ ഒക്കെന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, ടാറ്റ ഓടിക്കുന്ന വിസ്താരയാവട്ടെ മറ്റേ എയർ ഏഷ്യയിലൊക്കെ ഉണ്ടല്ലോ, പാർട്ണർഷിപ്പ് ഉണ്ടല്ലോ. അതെ, ടാറ്റയ്ക്ക് 2 എയർലൈൻസ് പാർട്ണർഷിപ്പ് ഉണ്ട്. ഒന്ന് വിസ്താര എന്ന് പറഞ്ഞത് സിംഗപ്പൂർ എയർലൈൻസുമായിട്ടാണ്. നല്ല ക്ലാസ് ഞാനത് സഞ്ചരിച്ചിട്ടുണ്ട്. അത് വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു എയർലൈനാണ്. നല്ല രീതിയിലുള്ള ഒരു എയർലൈനാണ്. പക്ഷെ അത് ലെഗസി കാരിയറാണ്. മറ്റേത് എയർ ഏഷ്യ ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ വേറൊരു പാർട്ടിയായിട്ടുള്ള ജോയിന്റ് വെഞ്ചറാണ്. ടാറ്റയ്ക്കാണ് 51%. അത് ലോ കോസ്റ്റ് കാരിയറാണ്. ചുരുക്കത്തിൽ തീർച്ചയായിട്ടും എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഒക്കെ ടാറ്റ ഏറ്റെടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു റീസ്ട്രക്ചറിങ് കാണും. കാരണം ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേർജ് ചെയ്യുകയോ ഓപ്പറേഷണൽ എഫിഷ്യൻസിക്ക് വേണ്ടി ചെയ്യുമായിരിക്കും. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയൊരു എയർലൈൻ ഗ്രൂപ്പായിട്ട് ടാറ്റ പെട്ടെന്ന് മാറാനും സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടെ ടാറ്റയുടെ ഫോണിലേക്ക് വരുമ്പോൾ ഇത് മാറാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇന്നത്തെ താങ്കളുടെ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് വളരെ ഒരു ഊർജ്ജം കിട്ടുന്നുണ്ട്. എയർ ഇന്ത്യ നല്ലൊരു ധ്രുവത്തിലേക്ക് പോകും, ഒരു പ്രതീക്ഷ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഐസക് പട്ടാണിപ്പറമ്പിൽ അറിയപ്പെടുന്ന പ്രമുഖ സീനിയർ ജേർണലിസ്റ്റാണ്. നിരവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുതിയ പ്രതീക്ഷയായിട്ട് മാറട്ടെ. പക്ഷേ ഈ 60,000 കോടി രൂപയുടെ കടം ബാധ്യതകൾ ഇതെങ്ങനെ ഇനി ശരിയാക്കിയെടുക്കും?
മറ്റുള്ള വിമാന കമ്പനികൾക്ക് ഇത് വരാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്നും? മാത്രമല്ല, എയർ ഇന്ത്യയുടെ ഇത്രയും വലിയ 87 വർഷത്തെ പാരമ്പര്യം പറഞ്ഞിട്ട് നഷ്ടത്തിൻ്റെ കണക്ക് മാത്രം ഇതാരെപ്പോൾ കൊണ്ടുവന്നു? എവിടെയാണ് നമുക്ക് പിഴച്ചത്? ഇതൊന്നും ഒരു വിദഗ്ധരും ഇതിൻ്റെ തലപ്പത്ത് വന്നിട്ട് ആരും പരിശോധിക്കാതെ കടബാധ്യതകൾ കൂട്ടിക്കൂട്ടി ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് ആകെ ലാഭത്തിൽ ഓടാൻ പറ്റിയ സാധ്യതയുള്ള ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഗൾഫ് മേഖലയും കേരളവുമായിട്ടുള്ള സെക്ടർ, അവിടേക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നുമില്ല. ഇത് നോക്കാനും പറയാനും ആരുമില്ലാത്രത്തോളം കാലം ഇതിനെങ്ങനെ കഷ്ണിച്ച് വിൽക്കുന്നതോ ബിഡിങ്ങിന് കൊടുക്കുന്നതോ തന്നെയാണ് നല്ലത്. ഇങ്ങനെ ഒരു ICUവിൽ കിടന്നിട്ട് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി പോലും ജീവിച്ചിരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഈ മഹാരാജാവിനെ കൊണ്ടെത്തിച്ചതിന് പിന്നിലാരൊക്കെ എന്നുള്ളതൊക്കെ പഠിക്കണം. കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി എന്ന് പറയുന്നത് പോലൊരു സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് അതിനുശേഷം പുതുതായിട്ടൊക്കെ വന്ന എത്രയോ വിമാന കമ്പനികൾ ഓരോ ക്വാർട്ടറിലും ലാഭത്തിൻ്റെ കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ വണ്ടി മാത്രം ഇങ്ങനെ ദുരിതപൂർണമായി ഓടിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അബുദാബിയിൽ വന്നിറങ്ങിയ ICA അപ്രൂവൽ എടുക്കാതെ വന്ന മലയാളികളിൽ പലരും കുടുങ്ങിക്കിടക്കുന്നു എന്ന റിപ്പോർട്ട് വന്നത് ഇന്നാണ്. 24 മണിക്കൂർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതിൻ്റെ കാര്യം അന്വേഷിച്ചോ? അബുദാബിയിൽ വന്നിറങ്ങുന്നവർക്ക്, ഷാർജയിൽ വന്നിറങ്ങുന്നവർക്ക് ICA അപ്രൂവൽ വേണ്ട എന്ന് ഔപചാരികമായി വിമാന കമ്പനികളെല്ലാം പറഞ്ഞ സാഹചര്യമുണ്ട്. അതിപ്പോഴും ആ സ്റ്റാറ്റസ് കോ നിലനിൽക്കുക തന്നെയാണ്. അത് ICA പറഞ്ഞതാണ്, ശരിവെച്ചതാണ്. ദുബായിലേക്ക് വരുന്നവർക്ക് മാത്രം ഇതൊന്നും പറ്റില്ല, GDRFA ഉണ്ടായിരുന്നേ പറ്റൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന്, മറ്റുള്ള എമിറേറ്റുകളിൽ താമസിക്കുന്നവർ ദുബായിലേക്ക് വന്നാൽ അവിടെ ICA അപ്രൂവൽ വേണ്ടിവരും എന്നുള്ളത് എമിറേറ്റ്സും ഫ്ലൈ ദുബായും എയർ ഇന്ത്യ എക്സ്പ്രസും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അബുദാബിയിൽ ആളുകളെ കൊണ്ടുവരുന്ന എത്തിഹാദും എയർ ഇന്ത്യ എക്സ്പ്രസും മാത്രമല്ലേ ഉള്ളൂ. ഈ രണ്ടു പേരും പറഞ്ഞിട്ടുണ്ട്. എയർ അറേബ്യയുടെ അബുദാബിയുമുണ്ട്, പറഞ്ഞിട്ടുണ്ട് അവിടേക്കൊന്നും വേണ്ടതില്ല. ഷാർജയിൽ വന്നിറങ്ങുന്നവർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസും പറഞ്ഞിട്ടുണ്ട്, എയർ അറേബ്യയും പറഞ്ഞിട്ടുണ്ട് വേണമെന്ന്. പക്ഷേ വേണ്ട എന്ന്, ICA വേണ്ട എന്ന്. പക്ഷേ അബുദാബിയിൽ വേണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആളുകൾ വന്നിറങ്ങുമ്പോൾ ആ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നത് ഞങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തിൽ പറഞ്ഞിരുന്നു. ഒരാളുടെ വിസ വാലിഡിറ്റി നിശ്ചയിക്കുന്നതിന് വേണ്ടി ഒരു രജിസ്ട്രേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞിരുന്നു. UAE.entry.ica.gov.in എന്നത് റെസിഡന്റ് വിസക്കാർ അതിൽ അപ്ലൈ ചെയ്തിട്ട് ആ വാലിഡിറ്റി ഉറപ്പുവരുത്തുന്ന ഒരു മെസ്സേജുമായിട്ട് വേണം വരാനെന്ന് പറഞ്ഞിരുന്നു. അതുപോലും രജിസ്റ്റർ ചെയ്യാതെ വന്നാൽ അംഗീകരിക്കില്ല എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഈ ICAയുടെ വിഷയത്തിൽ ഇനിയും ആശയക്കുഴപ്പം മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഇഷ്ടം. പറ്റുമെങ്കിൽ ICAയിലേക്ക് ഈ ഒരു കൺഫ്യൂഷനൊക്കെ തീരുന്ന സമയം വരെ പല ദിവസങ്ങളിലും പല കാര്യങ്ങളും മാറിയും മറിഞ്ഞും വരുന്നുണ്ട്. തീരുന്നതുവരെ ICA അപ്രൂവലിന് വേണ്ടി ശ്രമിക്കൂ. അതല്ലെങ്കിൽ ഒരു കാരണവശാലും നെറ്റിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് വരികിൽ UAE എൻട്രി എന്ന് പറയുന്ന ഈ എത്രയോ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിലേക്കൊന്ന് രജിസ്ട്രേഷന് വേണ്ടി ശ്രമിക്കൂ. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പല എമിറേറ്റുകളിൽ, പല എയർപോർട്ടുകളിൽ പല നിയമങ്ങളും പ്രോട്ടോക്കോളും പാലിക്കപ്പെടുമ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് വരാൻ പറ്റുമോ എന്ന് നോക്കൂ. വിസിറ്റ് വിസക്കാർ ധാരാളമായിട്ട് വരുന്നുണ്ട്. അവർക്ക് ഈ പറയപ്പെടുന്ന ICA GDRFA അപ്രൂവലുകളൊന്നും UAEയിൽ നിന്ന് വേണ്ടതില്ല എന്ന് മനസ്സിലാക്കണം. ധാരാളം വിസിറ്റ് വിസക്കാർ ഇപ്പോൾ നാട്ടിൽ നിന്ന് വീണ്ടും പഴയതുപോലെ തന്നെ വരാൻ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. ഈ മാസം 31 രാത്രി 11:59 കഴിഞ്ഞാൽ പിന്നീട് ഒരുപക്ഷെ സാധാരണ ഫ്ലൈറ്റുകളുടെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നും അതല്ല ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വന്ദേ ഭാരത് മിഷൻ പോകാനുള്ള സാധ്യത ഇല്ലെന്നും റെഗുലർ സർവീസുകൾക്കാണ് ഇനി അവസരം വരികയെന്നും ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളണമെന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ വരുമെന്നും ഒക്കെ സൂചനയായി പറയുകയാണ്. ഏതായാലും UAE എൻട്രി എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് UAE.entry.ica.gov.in അതിലേക്കൊന്ന് പോയി രജിസ്ട്രേഷൻ ചെയ്യൂ. ഒരു അനുമതിക്കൊന്നും കാത്തു നിൽക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ വന്നോളൂ എന്നുള്ള നേരത്തെ ICA തരുന്നതിനുള്ള അനുമതിയല്ല, രജിസ്ട്രേഷനാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ICAയിൽ പോകുമ്പോൾ 2 മാസം കഴിഞ്ഞ് വരുമെന്നൊക്കെ ചിലർക്ക് റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ അത് മാറി വരുന്നതുമുണ്ട്. UAEയിൽ ഇന്ന് 210 പുതിയ കേസുകൾ, പക്ഷേ 123 റിക്കവറി വന്നിട്ടുള്ളൂ. മാത്രമല്ല 3 മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിന് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട സാഹചര്യമാണ്. UAEയിൽ പാടെ രോഗബാധ കുറഞ്ഞെന്നും മരണം കുറഞ്ഞെന്നും അവസ്ഥ വന്നപ്പോൾ ആളുകൾ ഇതുവരെ പാലിച്ച ജാഗ്രതയിൽ നിന്നും മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
ഓ ഫൈൻ അടിക്കില്ലല്ലോ, പോലീസ് കാണുന്നില്ലല്ലോ, മുനിസിപ്പാലിറ്റി കാണുന്നില്ലല്ലോ, ഇനി മാസ്ക് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 5-6 പേർ ചേർന്ന് നിന്ന് വർത്തമാനം പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന രൂപത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ അങ്ങ് എത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ എത്തിയ സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളാണെന്ന് തിരിച്ചറിയണം. ആകെ ഗൾഫ് മേഖല മാത്രമാണ് ഇപ്പോൾ അല്പമെങ്കിലും ആശ്വാസവുമായി നിൽക്കുന്നത്. ഇന്ത്യയിൽ പ്രശ്നമാണ്, ചൈനയിൽ വീണ്ടും വരുന്നു, യൂറോപ്പിൽ പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ പോരടിക്കുന്നു, റഷ്യ ഒരു വാക്സിൻ കൊണ്ടുവന്നു, അതേക്കുറിച്ച് തർക്കങ്ങളും വിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാത്രമേ ഉള്ളൂ. അമേരിക്കയാണെങ്കിൽ ഇതുവരെ മരണസംഖ്യ കുറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ മരണസംഖ്യ പ്രതിദിനം വരുന്നത് 1000-നപ്പുറം ഇപ്പോഴും വരുന്നത് അമേരിക്കയിലാണ്. അത്രയും വലിയ 5.5 മില്യൺ കഴിഞ്ഞു. ബ്രസീലിൽ 3.3, ഇന്ത്യ 2.6. ഇന്ത്യ ഈ രൂപത്തിലാണ് 50,000-60,000 വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ബ്രസീലിന്റെ കണക്കിനെയും മറികടക്കാൻ അധികം സമയം വേണ്ട എന്നാണ് ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ട നിരീക്ഷകരും ഒരു മുന്നറിയിപ്പ് പോലെ നൽകുന്നത്. അതൊക്കെ നമ്മുടെ ബന്ധുക്കളെ വിളിച്ചറിയിക്കേണ്ട വിഷയമാണ്. കൂട്ടത്തിൽ ആശങ്കകൾക്കിടയിലും നമുക്ക് ചില സമ്മാനങ്ങളൊക്കെ വേണം. അത് RK പൾസസ് ആണ് ഇന്ന് സമ്മാനം നൽകുന്നത്. RK പൾസസ് ആൻഡ് സ്പൈസസ് ഇന്ന് നമുക്ക് സമ്മാനം തരും. @ദുബായ് വാർത്ത, RK പൾസസ് ആൻഡ് സ്പൈസസ്, പിന്നെ നിങ്ങളുടെ പേര് ഇത്രയും എഴുതി ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലിടൂ. ഒരു വിശേഷം കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, 10-20 ദിവസം കഴിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് ഒരു വലിയ കെട്ടാക്കി, ഒരു ഫുഡ് ബാസ്ക്കറ്റാക്കി. ഓണമൊക്കെ വരികയല്ലേ, എല്ലാ കുടുംബങ്ങൾക്കും ബാച്ചിലർ റൂമിലുമൊക്കെ ഉപകരിക്കുന്ന എല്ലാവിധ സ്പൈസസും പൾസസും ഒക്കെ ചേരുന്നൊരു വലിയ ബാസ്ക്കറ്റാണ് RK നൽകുന്നത്. RKയുടെ പാരമ്പര്യം ഈ പറഞ്ഞതുപോലെ 10-75 വർഷത്തെ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന്, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് വന്ന ബ്രാൻഡാണ്. ഒരു അത്ഭുതം കാണിക്കാൻ പോകുന്നുണ്ട്. ഗ്രേറ്റ് ഓണം 2020 ഓഫർ. ഈ ഓണം 2020 എന്നുള്ളത് ഈ വർഷത്തിൻ്റെ പ്രത്യേകത. പക്ഷേ RK ഇപ്പോൾ ചെയ്യാൻ പോണ അടുത്ത 10 ദിവസത്തേക്ക് ചെയ്യാൻ പോകുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഓണം കഴിയുന്ന ആ ദിവസം വരെ ചെയ്യാൻ പോകുന്നൊരു കാര്യമുണ്ട്. മാർക്കറ്റിൽ അരിയും പഞ്ചസാരയും പൾസസും എല്ലാം ചേരുന്ന ഒരു ഓണ കിറ്റ് എന്ന് പറഞ്ഞിട്ട് 5 കിലോഗ്രാമിന് മുകളിൽ വരുന്നൊരു കിറ്റ് ഉണ്ടാക്കി സാധാരണ വിലയ്ക്കാണെങ്കിൽ 39, 41, 42, 45 ദിർഹം വരെ ഈടാക്കാവുന്ന ഒരു കിറ്റിനെ 20 ദിർഹം 20 ഫിൽസ്, ആ 2020 എന്നുള്ള രീതിയിൽ 20 ദിർഹം 20 ഫിൽസ് എന്ന രൂപത്തിലാണ് കൊടുക്കുന്നത്. ഇത് ആളുകൾക്കിപ്പോൾ 50 പേർക്ക് നമുക്ക് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ 10 പേർക്ക് ഓണ കിറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ RKയുടെ കിറ്റ് വാങ്ങിക്കൊടുത്താൽ അത് 20 ദിർഹം 20 ഫിൽസ് എന്നല്ല മതിക്കുക. ഈ ഓണത്തിന് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ആനുകൂല്യമാണ് ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏക ഹലാൽ സർട്ടിഫൈഡ് പൾസസ് ആൻഡ് സ്പൈസസ് ബ്രാൻഡ് എന്ന് പേര് കേട്ട RK. നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കാം. ഇത് 20-ാം തീയതി മുതലാണ്. 20-ാം തീയതി മുതൽ 20 ദിർഹം 20 ഫിൽസിന് അതിൻ്റെ ഇരട്ടിയിലധികം വിലയുള്ള സാധനം ഈ ഓണത്തിൻ്റെ ഗ്രാൻഡ് ഓഫർ ആയിട്ട് കൊടുക്കുകയാണ് RK എന്ന് ചുരുക്കം. ഒരു നമ്പർ തരാം, ഈ നമ്പർ കരുതി വെച്ചാൽ നിങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ഒരു 10-50 കുടുംബങ്ങൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇതൊരു ഗ്രോസറിക്ക് വേണ്ടി ഇത് വാങ്ങണം. അപ്പോൾ വീണ്ടും സ്പെഷ്യൽ പ്രൈസിൽ ഉപേക്ഷിച്ച് കിട്ടിയേക്കാം. 210 48 80 050 210 4880. എന്താണെങ്കിലും സീരിയസ്ലി വർത്ത് എന്ന് പറയാവുന്ന ഒരു പാക്കേജാണ്. കഴിഞ്ഞ ദിവസം ഹാഷിം ഹൈപ്പർ മാർക്കറ്റിൻ്റെ 500 ദിർഹത്തിൻ്റെ സമ്മാന വൗച്ചർ കിട്ടുന്നതിന് വേണ്ടിയുള്ള ചോദ്യം ചോദിച്ചിരുന്നു. നിങ്ങളിൽ നിരവധി പേർ ഉത്തരമയച്ചു. അബ്ദുള്ള കൊട്ടോടിയാണ് വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അബ്ദുള്ള കൊട്ടോടിക്ക് അഭിനന്ദനങ്ങൾ. ഒരു കച്ചവടക്കാരനെ ദുബായിൽ തട്ടിക്കൊണ്ടുപോയിട്ട് 5.5 ലക്ഷത്തിൻ്റെ ചെക്ക് ഒപ്പിട്ട് വാങ്ങി ചില ആളുകൾ, പരിചയക്കാരാണ്. മുമ്പെന്നോ ഇടപാട് നടന്നിരുന്നു, അതിൽ 60,000 കിട്ടി, അതിൻ്റെ വിഹിതം കിട്ടിയില്ല, തന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ചിറക്കി കൊണ്ടുപോയി അബുഹയിൽ ഒരു ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ട് കൈയും വായും ഒക്കെ കെട്ടിയിട്ട് നിർത്തിയിരുന്നു. ഒപ്പിടൂ എന്ന് പറഞ്ഞു, നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചു. എങ്ങനെയെങ്കിലും വിട്ടയച്ചാൽ മതിയെന്ന് കെഞ്ചി കേണു പറഞ്ഞു. അവസാനം വെളുപ്പാങ്കാലത്ത് 4:30 വിട്ടയച്ചു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോലീസിനോട് പറയരുത്, പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞാലും പോലീസിനെ ഇദ്ദേഹം വിവരം അറിയിച്ചു, എൻ്റെ 5.5 ലക്ഷം. അപ്പോൾ ചെക്ക് ഒരാൾക്ക് ഒപ്പിട്ട് കൊടുത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വരുന്ന ഭവിഷ്യത്തുകൾ അങ്ങനെ അനുഭവിക്കാം എന്ന് പറഞ്ഞിരിക്കാതെ, അതിനകത്ത് കൃത്രിമമുണ്ടെന്ന് തോന്നിയാൽ, ആരെങ്കിലും ചതിച്ചിട്ടാണ് നിങ്ങളുടെ ചെക്ക് ഒപ്പിട്ടുകൊണ്ട് പോയി സമർത്ഥിക്കാൻ കഴിഞ്ഞാൽ, സാഹചര്യങ്ങൾ വെളിവാക്കാൻ കഴിഞ്ഞാൽ, മുറക്കബാദ് പോലീസ് വന്നിട്ട് ഈ 3 പേരെയും പിടിച്ചുകൊണ്ടുപോയി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാക്കി ജയിലിലിട്ടിരിക്കുകയാണ്. കൃത്യമായ തെളിവ് ഹാജരാക്കാൻ പറ്റി. ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ടാണ് 5.5 ലക്ഷത്തിൻ്റെ ചെക്ക് ഒപ്പിട്ട് വാങ്ങിപ്പിച്ചത് എന്ന കാര്യം തെളിയിക്കാൻ പറ്റി. അതുകൊണ്ട് ഇതൊക്കെ അനുഭവമുള്ള ആളുകൾ ജീവിതകാലം മുഴുവനും പിന്നീട് ജയിലിലാകുമെന്ന് പേടിച്ച് അങ്ങനെ ഭയന്നിരിക്കാതെ അത്യാവശ്യം പോലീസുകാരെയൊക്കെ വിവരം അറിയിച്ചുകൊണ്ട് ഇങ്ങനെ തട്ടിപ്പിന് വിധേയമായിട്ടുണ്ട്, ഒപ്പിട്ട് കൊടുത്തുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നടപടി സ്വീകരിക്കാനുള്ള നിയമബാധ്യതകളുണ്ട് എന്നറിഞ്ഞിരിക്കുക.
ഷാർജയിൽ ഒരു മണി എക്സ്ചേഞ്ചിൽ നിന്ന് ഏതാണ്ട് 3,85,000 ദർഹത്തിനെ മാറ്റിയിട്ട് ഡോളറാക്കി കൊണ്ടുവന്ന ഒരു ഇറാഖി കച്ചവടക്കാരൻ വാഹനത്തിൽ കയറിയിരുന്നു. അദ്ദേഹം കൂടെയുള്ള ഒരാളെ അപ്പുറത്ത് കൊണ്ട് ഡോളർ കറക്റ്റ് തന്നെയെന്ന് വേറൊരു സ്ഥലത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയം കൊണ്ട് ആഫ്രിക്കക്കാരുടെ ഒരു വലിയ ഗ്യാങ് വന്നിട്ട് നെഞ്ചിൽ ഇടിച്ച് വണ്ടി പെട്ടെന്ന് തുറന്നിട്ട് കാശുമെടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞു. ഷാർജ പോലീസ് അതിനെ ഒരു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ അപ്പോൾ തന്നെ പിടിക്കാനുള്ള അവസരമുണ്ടാക്കി എന്നുള്ളതാണ്. അവരും ജയിലിലാണ്. ഇങ്ങനെയൊക്കെ ഇത് നടക്കുന്നത് മാർച്ച് 11-നാണ്. കൊറോണ കാലഘട്ടം ഇങ്ങനെ സജീവമായി വരികയും മാർച്ച് 15 UAE-യിൽ വളരെ ആശങ്കയായി മാറുകയും ചെയ്ത ആ ദിവസങ്ങളുടെ തൊട്ട് മുമ്പാണ് ഇങ്ങനെ സംഭവം നടന്നിരിക്കുന്നതെന്ന് തിരിച്ചറിയണം. UAE-യും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ ഫോൺ ലിങ്ക് സ്ഥാപിച്ചു. അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇന്ന്. നേരത്തെ ഉണ്ടായിരുന്ന ധാരണ അനുസരിച്ച് UAE-യും ഇസ്രായേലും തമ്മിലുള്ള ടെലിഫോൺ ലിങ്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ ഇറാൻ്റെ ചില നിലപാടുകൾ UAE ഉണ്ടാക്കിയ സമാധാന കരാറിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഇറാൻ്റെ പ്രസിഡന്റ് ഹസൻ റുഹാനി ചില പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു. ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ UAE-യിലെ ഇറാനിയൻ ചാർജ് ഡി അഫയേഴ്സിനെ UAE-യുടെ മന്ത്രി വിളിച്ചിട്ട് ഒരു പ്രതിഷേധ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തരം നിലപാടുകൾ കണ്ട് പേടിച്ചു പോകുന്നവരല്ല UAE എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ കത്ത് കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ് ശക്തമായ താക്കീത് കൊടുത്തു. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹീൻ അൽ മർറിയാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നത്. തൊഴിലവസരങ്ങളുണ്ടെന്ന് കഫ്റ്റീരിയയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കാനോ ചായ ഉണ്ടാക്കാനോ അതല്ല ബർഗറുകൾ ഉണ്ടാക്കാനോ കഴിവുള്ള മലയാളികളുണ്ടെങ്കിൽ ഷാർജയിൽ അൽ നഹദ ഭാഗത്തുള്ള ഒരു വിപുലമായ കഫ്റ്റീരിയ നെറ്റ്വർക്കിന് ആളെ വേണം. 050-409-2567 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് അയക്കുക. നിങ്ങളുടെ പരിചയം എന്താണെന്ന്. ഇന്നേക്കെന്ന് ഒഴിവുള്ളതാണ്. പലയിടത്തും കച്ചവടം കൂടി വരികയാണ്. വിചാരിച്ച പോലല്ല. ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യും. പക്ഷേ കച്ചവടത്തിൽ കഴിഞ്ഞ 3-4 മാസം ഉണ്ടായ മാന്ദ്യമല്ല ഇപ്പോൾ വളരെയധികം ഇമ്പ്രൂവായി വരുന്നു എന്നുള്ള തെളിവാണ്. കൂടുതൽ ആളുകൾ വേണം. പലയിടത്തും ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് നാട്ടിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. ഷാർജയിലെ ഒരു ഫുഡ് സ്റ്റഫ് കമ്പനി, അവിടെ അക്കൗണ്ടന്റിന് വേണം, സ്റ്റോർ കീപ്പേഴ്സിനെയും വേണം. 055-1824-991 1824-991 055 കോഡ്. ദുബായിൽ 70 പുതിയ പാർക്കുകളും പ്ലേ ഗ്രൗണ്ടുകളും പ്രവർത്തനം ആരംഭിച്ചു. ഇതോടുകൂടി മൊത്തം 185. അബുദാബി സ്കൂളുകളുടെ കാര്യം, ദുബായ് സ്കൂളുകളുടെ കാര്യം ഇതൊക്കെ ശ്രദ്ധിക്കണം. അബുദാബി സ്കൂളിൻ്റെ ഓപ്ഷൻ എന്നോട് ഓർമ്മിപ്പിക്കുന്നു. ഒന്നുകിൽ ഫുൾ ഡേ ഫേസ് ടു ഫേസ് ക്ലാസ്, അല്ലെങ്കിൽ ഹാഫ് ഡേ ഫേസ് ടു ഫേസ്, അതല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഡേയ്സിൽ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ചയിലേക്ക്, അതല്ലെങ്കിൽ 100% ബ്ലെൻഡഡ് മോഡൽ, രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ളത്, ഫേസ് ടു ഫേസും അല്ലാതെ ഓൺലൈനും, അതല്ലെങ്കിൽ ഫുൾ ഓൺലൈൻ ഓപ്ഷൻ ഫസ്റ്റ് ടൈമിലേക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ 5-6 ഓപ്ഷനിൽ നിന്ന് എടുക്കാം. ഓഗസ്റ്റ് 30-നാണ് അധ്യയനം ആരംഭിക്കുന്നത്. ദുബായിലാണെങ്കിലും ഇങ്ങനെ തന്നെ ആദ്യത്തെ ടെമ്പററി ആയിട്ട് കുറച്ചു കാലം 100% ഓൺലൈൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഷാർജയിലും 100% ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫേസിൽ മുഴുവനായിട്ട് ഈ ലേണിംഗ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അജ്മാനിൽ രണ്ടും വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. 2 ഘട്ടമായി തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും ഓരോ രീതിയാണ്. ദുബായിലേക്കുള്ള ഒരു പ്രത്യേക ട്രാവൽ ആൻഡ് ഹെൽത്ത് ഡിക്ലറേഷൻ പരിപാടികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടി എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടോ, അധ്യാപകർ ട്രാവൽ ചെയ്തിട്ടുണ്ടോ, അതിനനുസരിച്ചുള്ള വിവരങ്ങളെല്ലാം, മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ, ഇതെല്ലാം കൊടുക്കണമെന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം വന്നിരിക്കുന്നത്, അതിൻ്റെ മറുപടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഏപ്രിൽ മാസം മൊത്തത്തിൽ സ്റ്റാൻഡ് സ്റ്റില്ലായിരുന്നു. ആളുകളൊന്നും ജോലി ചെയ്തിട്ടില്ല. ആ സമയത്ത് പല കമ്പനികളും അവരുടെ ജീവനക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ഇരുന്നോളൂ, ജോലി ചെയ്യേണ്ട, ഒന്നും നടക്കുന്നില്ല, നിങ്ങൾ ആനുവൽ ലീവായിട്ട് ഇതിനെ കൺസിഡർ ചെയ്തോളൂ, നിങ്ങൾക്കുള്ള ശമ്പളം തരും. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്കുള്ള ശമ്പളം തരും, ജോലി ചെയ്യേണ്ട, ഇതാണ് നിങ്ങളുടെ വാർഷിക അവധി, ഇനിയൊരു അവധിയില്ല, ഇത് അവധിയായി കാണണം എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വീണ്ടും മാർക്കറ്റ് സജീവമായപ്പോൾ ഓരോരുത്തർ വീണ്ടും വന്ന് തൊഴിലുടമകളോട് പറഞ്ഞു തുടങ്ങി, എൻ്റെ അവധി വരുന്നത് സാധാരണ ഓഗസ്റ്റ് ആണല്ലോ, സെപ്റ്റംബർ ആണല്ലോ, ഡിസംബർ ആണല്ലോ, ആ സമയത്ത് പോകാനുള്ള ടിക്കറ്റും വേണം, ആ സമയത്ത് ജോലി ചെയ്യാതിരിക്കുമ്പോൾ ശമ്പളവും വേണം. ഇതൊക്കെ കമ്പനികൾ നിലനിൽക്കുന്ന തൊഴിലുടമകളുടെ കാര്യവും തൊഴിലാളികളുടെ കാര്യവുമാണ് ഈ പറഞ്ഞത്. പലതും ഇല്ലാതായി പോയിട്ടുണ്ട്. അവിടെ ഇതൊന്നും ബാധകമല്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ നിയമവശം എന്നതിനെക്കുറിച്ച് പലരും ഇപ്പോൾ ആലോചിക്കുകയാണ്. അതായത് ഒരിക്കൽ അവധി എന്ന് പറഞ്ഞു കൊടുത്തു, പക്ഷേ അത് അവധിയാണോ, അങ്ങനെ കൂട്ടാൻ പറ്റുമോ? ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞ് ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങൾ
ഒന്ന്, നിങ്ങൾക്കൊരു കമ്മ്യൂട്ടിംഗ് സിസ്റ്റം ഏർപ്പാടാക്കാം. 2, പെയ്ഡ് ലീവ് കൊടുക്കാം. ആളുകൾക്ക് പൈസ കൊടുത്തുകൊണ്ടുള്ള ലീവ് കൊടുക്കാം. അതാണ് ഏപ്രിലിൽ ഒരാൾക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞത്. അതല്ല, വിത്തൗട്ട് പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ലീവ് കൊടുക്കാം. ഇതൊക്കെ ഗവൺമെൻറ് അനുവദിച്ച കാര്യങ്ങളാണ്. ടെമ്പററി ആയിട്ട് ശമ്പളം കുറയ്ക്കാം, പെർമനൻ്റ് ആയിട്ട് ശമ്പളം കുറയ്ക്കാം. ഇങ്ങനെ 5 ഓപ്ഷൻസാണ് വെച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ വിവേചനാധികാരം ഉപയോഗിച്ച് ഏപ്രിൽ മാസത്തെ കാശ് ശമ്പളം കൃത്യമായിട്ട് നിങ്ങൾ വീട്ടിലിരുന്നോളൂ, ജോലി ചെയ്യേണ്ട എന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ, അതാണ് അവധിയെന്ന് പറഞ്ഞെങ്കിൽ, പിന്നീട് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒരു അവധിക്കാലമെന്ന് പറഞ്ഞ് കൊടുക്കാൻ കോൺട്രാക്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ടിക്കറ്റിൻ്റെ കാര്യത്തിൽ കോൺട്രാക്റ്റിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടില്ലെങ്കിൽ ബാധകവുമല്ല എംപ്ലോയർ കൊടുക്കാൻ. ഇത് പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം ഗവൺമെൻറ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നിടത്തോളം വീണ്ടും ഒരു അവധിക്കാലം കൊടുക്കാനോ ശമ്പളം കൊടുക്കാനോ തൊഴിലുടമ ബാധ്യസ്ഥമല്ല എന്ന് ആർട്ടിക്കിൾ പറയുകയാണ്. അതിൻ്റെ പേരിൽ ഉടക്കി തെറ്റി ഉള്ള ജോലി കളയാതിരിക്കാനുള്ള സമീപനത്തെക്കുറിച്ച് രമ്യമായി 2 കൂട്ടരും പരിഹരിക്കണം ഈ വിഷയം. ഈ തൊഴിലാളിയെ തൊഴിലുടമയ്ക്കും വേണം. അദ്ദേഹം ഇട്ടിട്ട് പോയാൽ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരും. പലരും അനുഭവിക്കുന്നുണ്ട്. പല ആളുകളും പെട്ടെന്ന് ജോലി ഇട്ടിട്ട് പോയി, ഇനി ഇവിടെ നിന്നാൽ പറ്റില്ല, എൻ്റെ ശമ്പളം കുറച്ചില്ലേ, 20% ശമ്പളം കൊണ്ട് ഞാൻ എങ്ങനെ ജോലി ചെയ്യും, എൻ്റെ റൂമിന് പോലുള്ള കാശ് തരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നമുണ്ടാക്കിപ്പോയ ആളുകളുണ്ട്. അവർ നാട്ടിൽ നിന്ന് തിരിച്ചു വരട്ടെ ചോദിക്കുന്നുണ്ട്, വരണ്ട എന്ന് പറയുന്നുണ്ട് പലരും. അതേസമയം അങ്ങനെ പോയതുകൊണ്ട് മാത്രം ഈ മുതലാളി ബുദ്ധിമുട്ടുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ 2 പേരും ഈ വിഷയത്തിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഈ 5-6 കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് രമ്യമായിട്ട് എങ്ങനെ പോകാമെന്ന് പരസ്പരം സഹകരിച്ച് ചെയ്യുന്നതാണ് ഈ റൂള് നോക്കി കടുംപിടുത്തം പിടിച്ച് 2 പേർക്കും ഇല്ലാതാകുന്ന ഒരു സമീപനത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 2 കൂട്ടർക്കും വാദങ്ങൾ ഉണ്ടാവും. ആർട്ടിക്കിൾ ഇങ്ങനെ പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്യും, എന്നാൽ എൻ്റെ കോൺട്രാക്റ്റിൽ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്നാൽ 2 പേർക്കും ഇല്ലാതെ പോകും. ഈ 2 പേരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെ മാത്രമേ ഒരു കമ്പനി നല്ല രീതിയിൽ പോവുകയുള്ളൂ. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു നിയമവശം സൂചിപ്പിച്ചതാണ്. ഇന്ത്യയിൽ 26,46,000 കേസുകൾ, മൊത്തം മരണം 51,000 കഴിഞ്ഞു പോയിരിക്കുന്നു. ഇന്ന് ഇതുവരെ 57,375 കേസുകൾ, മരണം 941. ആഗോളാടിസ്ഥാനത്തിൽ ഇപ്പോൾ രോഗബാധയുള്ളത് 64,91,000 ആളുകൾക്ക് മാത്രമാണ്. അതിൽ 64,419 ആളുകൾക്ക് രോഗം കലശലാണ്. ഇന്ന് ഇതുവരെ 2,807 ആളുകൾ മരിച്ചിട്ടുണ്ട്. രോഗബാധ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ സമ്മാനത്തിൻ്റെ കാര്യം RK പൾസസിനായിരുന്നു ഓർമ്മിപ്പിക്കുന്നു. RKയുടെ ഈ പ്രധാനപ്പെട്ട ഓണത്തിന് കൊടുക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിനുപരിയായിട്ട് നമുക്കിപ്പോൾ കിട്ടാനുള്ളത് സമ്മാനമാണ്. വലിയൊരു ബാസ്ക്കറ്റാണ്. നിങ്ങളുടെ പേര് @ദുബായ് വാർത്ത RK പൾസസ് ആൻഡ് സ്പൈസസ് എന്നെഴുതിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരോടൊപ്പം അയയ്ക്കുക. ട്രംപിൻ്റെ ബ്രദർ മരിച്ചുപോയി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം ബ്രദറിനെ പോയി കണ്ടു, വളരെ ദുഃഖാവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നേരെ ഗോൾഫ് കളിക്കാൻ പോയി. 71 വയസ്സുള്ള റോബർട്ട് ട്രംപ് കാരണം എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. വളരെ സീരിയസ് ആണെന്ന് മാത്രമേ വരുന്ന റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നുള്ളൂ. എന്ത് അസുഖം എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. സൗദി അറേബ്യയിൽ നിന്ന് 39 മരണം, ഖത്തറിൽ 1 മരിച്ചു, ഒമാനിൽ 10 പേർ മരിച്ചു, കുവൈറ്റിൽ 3 പേർ, UAE-യിൽ 3 പേർ, ബഹ്റിനിൽ 2 പേർ. അപ്പോൾ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ഗൾഫിൽ ഇല്ല നമ്മൾ പറഞ്ഞതാണ് മരണസംഖ്യ. അത് വീണ്ടും സജീവമായിട്ട് വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയണം. കേരളത്തിൽ 10 മരണം, 1530 പേർക്കാണ് രോഗബാധ. ഇന്ന് 1,999 പേർക്കാണ് റിക്കവറി ആയത്. മൊത്തം മരണസംഖ്യ 156 ചെറിയ വിഷയമല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർക്ക് 89, വിദേശത്ത് നിന്ന് വന്നവർക്ക് 37. വിദേശത്ത് നിന്ന് വരുന്നവരുടെ രോഗബാധയുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. സമ്പർക്കം കൂടി വരികയാണ്. വളരെ കാര്യമായിട്ട് ആളുകൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചേ പറ്റൂ. മാത്രമല്ല, ഉറവിടമില്ലാത്തവരുടെ എണ്ണം കൂടുന്നു. ഇന്നും 100 പേർ. എങ്ങനെ കിട്ടി രോഗം അറിയില്ല. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വളരെ ജാഗ്രത കേരളത്തിൽ വേണമെന്ന് പറയുന്ന സന്ദർഭമാണിത്. 50-ലധികം ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാ കിറ്റും ഇട്ട് എല്ലാ മാസ്കും ധരിച്ച് നിന്നിട്ടും അവർക്ക് രോഗം കിട്ടി എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. കേരളത്തിലുടനീളം ഒരു കാര്യം പറയട്ടെ, ഈ മിൽക്കേഴ്സ് എന്ന് പറയുന്ന പുതിയ ഡയറി പ്രോഡക്ട്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ കേരളത്തിലൊരു ഡയറി പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞു. അത് മധ്യ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളം മുഴുവനും പ്രോഡക്റ്റുകൾ ഇപ്പോൾ കൊടുക്കുന്നു. പാലും പാലുൽപ്പന്നങ്ങളും ജ്യൂസും തൈരുമെല്ലാം.
ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ നിന്ന് എക്സ്പെർട്ടായിട്ട് എക്സ്പീരിയൻസ് നേടിയിട്ടുള്ള നാട്ടിൽ പോയ ആളുകൾ ഇതിൻ്റെ ഫ്രാഞ്ചൈസി പഞ്ചായത്ത് അടിസ്ഥാനത്തിലടക്കം എടുക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുത്ത നമ്പറിൽ വിളിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ തൊഴിൽ സംരംഭമായി മാറി. വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. കുറച്ച് സ്ഥലങ്ങളിൽ കൂടി ബാക്കിയുണ്ട്. ഇനി ഏതൊരു ചെറിയ സ്ഥലമാണ് സെർച്ച് ചെയ്യുന്നതെങ്കിലും ആളുകൾക്ക് എടുക്കാം. ഒരുപാട് തൊഴിലവസരങ്ങൾ ഇവിടെയുണ്ട്. നാട്ടിൽ എക്സ്പെർട്ടായി നിൽക്കുന്ന നമ്മുടെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പർ കൈമാറണം. ഈ പാൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിതരണം ചെയ്യാൻ വേണ്ടിയോ അതല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടിയോ ഒരുപാട് ആളുകളെ വേണം. അത്രയ്ക്ക് വിപുലീകരിച്ചു കൊണ്ട് പോവുകയാണ് മിൽക്കേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡ്. നാട്ടിലെ നമ്പറാണ് 8590776027 85907 76027. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ ജോലി, അതല്ല ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, അതല്ല സ്റ്റോക്കിസ്റ്റായി മാറണമെങ്കിൽ അങ്ങനെ എല്ലാറ്റിനും അവസരമുണ്ട്. മൊത്തം കേരളത്തിൽ ഏതാണ്ട് 1000 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മിൽക്കേഴ്സിൻ്റെ മുദ്ര പതിയുന്ന വിധത്തിൽ വ്യാപകമായിട്ടുണ്ട്. അത് ദുബായ് വാർത്തയിലൂടെ പറഞ്ഞ് കേട്ടറിഞ്ഞ് ഒരുപാട് ആളുകൾ എക്സ് പ്രവാസികൾ സജീവമായിട്ട് വന്ന് ഇടപെടുന്നു എന്നുള്ളത് വളരെ ആശ്വാസവും ആവേശവും നിറയുന്ന കാര്യമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. കണക്കുകൾ പേടിക്കാനുള്ളത് തന്നെയാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. പക്ഷേ പേടി മാറ്റാൻ നമ്മുടെ മനസ്സിൻ്റെ ശക്തി അനിവാര്യമാണ്. അത് കൈവിട്ടു പോകരുത്. എല്ലാ നഷ്ടപ്പെട്ട കാര്യങ്ങളും തിരിച്ചു വരുന്ന സമൂഹമാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക. നല്ലത് വരട്ടെ. ഓഗസ്റ്റ് 16 ഈ ഒരു ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.